ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷൈൻ ക്ലൗഡ്സ്. ഇന്ന് നമുക്ക് കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ് കേട്ടോ. ഇനി പെയിൻറ്റും ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം നമ്മൾ ഒരു കപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ പെയിൻ്റാണ്. പെയിൻറ്റ് ഇവിടെ ഇനി ബ്രഷ് എടുക്കാം കേട്ടോ. ചെയ്യുന്നത് ഒരു ഗ്രിഡ് ലൈൻ വരുന്ന ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ പോലത്തെ ഒരു തീമിലാണ് ഗ്രിഡ് ലൈൻ. ആദ്യം കൊച്ചു കൊച്ചു ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. പെയിൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ടേപ്സ് ഉണ്ടാക്കാം. ആ ഒരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ഇത് കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം സ്ലീപ്പിംഗ് റൈൻസ് വരച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം കേട്ടോ. ആദ്യം സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, പിന്നെ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എനിക്കൊക്കെ പണ്ട് വാഷി ടേപ്സ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. വാഷി ടേപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രിഡ് ലൈൻസ് വരച്ച് ഏകദേശം ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും വാഷി ടേപ്സ് ഇഷ്ടമെന്ന് എനിക്കറിയാം. പിന്നെ കടൽ ക്ലൗഡ് ആരൊക്കെ കാണണേന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇതാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക അതേപോലെ കട്ട് ചെയ്താൽ മതി. ഞാൻ ഇതേപോലെ ചെറിയൊരു ഷീറ്റ് കൂട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു 10-30 എണ്ണമാണ് നമുക്ക് വെട്ടിയെടുക്കാം. ഒരേ അളവിലാണെന്ന് നിർബന്ധമില്ല. അളവിൽ ഒരേപോലെ അളവിലാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതെല്ലാം കൂടി അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിനെന്നെ കാണിച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പശ വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. സ്റ്റിക്കർ ടേപ്പ് ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ടേപ്പ് കൊണ്ട് ഒട്ടിക്കട്ടോ. പക്ഷേ പശയാണ് കൂടുതലും നല്ലത്. ഈ അറ്റത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
മൊത്തത്തിൽ ഒന്നിച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സർക്കിളായിട്ട് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുക്കാം. പ്ലെയിൻ പേപ്പർ ആയാലും എന്ത് പേപ്പറിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഒരു A4 ഷീറ്റ് പോലത്തെ ഒരു പേപ്പറാണ്, പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ, ലൈനൊന്നും ഇല്ലാത്ത പേപ്പർ. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഇങ്ങനെ ചുറ്റി നട്ടം പോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇനി അതവിടെ ചൊട്ടിക്കണം. ഞാൻ കുറേ വാഷി ടൈപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള വാഷി ടൈപ്സ് ഉണ്ട്, എസ്തെറ്റിക് ലുക്കിലുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യൂട്ടാണോ, എസ്തെറ്റിക്കാണോ, നോർമലാണോ, ഗ്രിഡ് ലൈൻ വരുന്നതാണോ ഇഷ്ടം പറഞ്ഞ്. അപ്പോൾ എല്ലാം സെറ്റായതിനു ശേഷം വാഷി ടൈപ്പ് ഇതിലോട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കാൻ പോകുന്നു. വാഷ് വരാൻ കുറച്ച് നേരം കാരണമാണ് ഇത്രയും എടുക്കുന്നത്. എനിക്ക് ഗ്രിഡ് ലൈൻ ഉള്ളതാണ് ഇഷ്ടം എന്ന് പറയും. ഗ്രിഡ് ലൈൻ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യൂട്ടായിട്ട് വന്നത് അതും എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിങ്ങൾ കടയിൽ ക്ലൗഡ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ചേച്ചി ഇതേപോലെ ഉണ്ടാക്കുന്നത്. എനിക്ക് കടയിൽ ക്ലൗഡ് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ കൊച്ച് പേപ്പർ നമ്മൾ റൗണ്ട് ഉണ്ടാക്കാൻ എടുത്തില്ല, അതേപോലത്തെ കൊച്ച് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം സാധനത്തിൽ ഇതേപോലെ കോർത്ത് കൊടുക്കാം. കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വയ്ക്കാം. ഇതിങ്ങനെ വെച്ച് ഇതിവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കവായ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതും വെച്ചൊരു ചെറിയൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ വെച്ചൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചാൽ നല്ല രസമുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ജേർണൽ സർപ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എല്ലാവരും കണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വാഷി ടേപ്സ് റെഡി ആയിരിക്കുന്നു. എന്താ ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ എടുത്താൽ മതി. കണ്ടോ, ഇവിടെ നമുക്ക് എടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള അത്രയും വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.